വെൽക്കം ടു കോഓപ്പറേഷൻ എഹെഡ് യൂട്യൂബ് ചാനൽ. കോഓപ്പറേഷൻ എഹെഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് പറയാറുണ്ട്, ഞാൻ ഒരുപാട് തവണ എക്സാം എഴുതി, അല്ലെങ്കിൽ ഒരു ദിവസം ഒരുപാട് സമയം ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കാറുണ്ട്. പക്ഷേ എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഉൾപ്പെടാറില്ല. പലരും ഒരുപാട് മണിക്കൂറുകൾ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയായി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്യുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്കായി കോപ്പറേറ്റീവ് ലോയുടെ സെക്ഷനും അതുപോലെ സബ് സെക്ഷനും റൂൾസും സബ് റൂൾസും അടക്കം എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാക്കി നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. 2 പ്രാവശ്യം ഇതിലെ വീഡിയോസ് എല്ലാം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1-2 മാസമെങ്കിലും ഇതിലെ ഓരോ കാര്യങ്ങളും മനസ്സിൽ ഉണ്ടാവും. ലോ പഠിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷ് തന്നെ ലോ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നാളെ PSC എക്സാമുകളിലൊക്കെ ഇംഗ്ലീഷിലാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. സോ ഇംഗ്ലീഷിൽ പഠിച്ചാൽ മാത്രമേ അതാത് മീനിങ് നമ്മുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ലോയുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് നോക്കി നമുക്ക് ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം മലയാള ടെക്സ്റ്റ് ബുക്കിൽ ശരിയായ മീനിങ് അല്ല ഉണ്ടാവുക. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഭാഷകളൊക്കെ അതിലുണ്ടാവും. അതുകൊണ്ട് മാക്സിമം ഇംഗ്ലീഷ് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഒക്കെ ഈ വീഡിയോന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. സ്പീഡ് അധികമുണ്ടോ അല്ലെങ്കിൽ കുറവുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇവിടെ ചെയ്യുന്ന വീഡിയോയിൽ ചിലപ്പോൾ ചില പോരായ്മകളൊക്കെ ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. കാരണം ഒരു വീഡിയോ അതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റിംഗ് ചെയ്ത് ശരിയായ ഒരു വീഡിയോ ആക്കി പുറത്തിറക്കുമ്പോൾ തീർച്ചയായിട്ടും ചില പരിമിതികളൊക്കെയുണ്ട്. അതെല്ലാം പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി തന്നെ ചുരുങ്ങിയത് 2-3 മണിക്കൂറൊക്കെ വേണം. അത്രയും കാര്യങ്ങൾ ആലോചിച്ചാണ് ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും ആദ്യമായി കോപ്പറേറ്റീവ് എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുന്ന ജീവനക്കാർക്കും അതുപോലെ ഒരുപാട് തവണ എക്സാം എഴുതിയിട്ടും ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത ആളുകൾക്കും വേണ്ടിയുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CSEB എക്സാം പാസ്സാകാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഒരു മാക്സിമം ഒരു 4 അല്ലെങ്കിൽ 5 എക്സാം എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലിസ്റ്റിൽ കയറാൻ വേണ്ടി സാധിക്കും. കാരണം അത്രയും ഈസിയായാണ് CSEB എക്സാം. എന്തുകൊണ്ടാണ് CSEB എക്സാം വളരെ എളുപ്പം എന്ന് പറയുന്നത്? PSC എക്സാമുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് വളരെ കുറവാണ് CSEBയിൽ. കാരണം ആകെ 5-6 സബ്ജക്റ്റ് മാത്രമേ CSEBക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ PSC അങ്ങനെയല്ലല്ലോ. ഒരുപാട് വിശാലമായി പഠിച്ചാൽ മാത്രമേ PSC എക്സാമിൽ നമുക്ക് മാർക്ക് കിട്ടൂ. പക്ഷേ നമ്മുടെ കയ്യിലുള്ള കണ്ടൻറ്റ് എന്താണ്, വളരെ കുറച്ചേ ഉള്ളൂ. അതിലെ കണ്ടൻറ്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാക്സിമം മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പാസ്സാകാൻ വേണ്ടി സാധിക്കും. നമ്മൾ പഠിക്കുന്ന രീതി തെറ്റായതുകൊണ്ടും നിയമങ്ങൾ ശരിയായി മനസ്സിലാക്കാത്തതുകൊണ്ടും മാത്രമാണ് ലിസ്റ്റിൽ കയറാൻ സാധിക്കാതെ വരുന്നത്. ഇവിടെ കോപ്പറേറ്റീവ് ലോ നിങ്ങളെ മനസ്സിലാക്കി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലരും കോപ്പറേറ്റീവ് ലോ ബൈ ഹാർട്ടാക്കി പഠിച്ച് എക്സാം എഴുതുമ്പോൾ എക്സാം ഹാളിൽ കൺഫ്യൂഷൻ ആകുന്നു. ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഏതാണ് ശരിയായ ഉത്തരം എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. സോ ഇനി അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി ഒരിക്കലും പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ കോപ്പറേറ്റീവ് ലോ നിങ്ങളെ മനസ്സിലാക്കി പഠിപ്പിക്കുന്നത്. പലപ്പോഴും പല ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ മറ്റ് യൂട്യൂബ് ചാനലിലൊക്കെ കോപ്പറേറ്റീവ് ലോ സെക്ഷൻ അതുപോലെ റൂൾ അതുമായി ബന്ധപ്പെട്ട സബ് സെക്ഷനും സബ് റൂളും വ്യക്തമായി പഠിപ്പിക്കാറില്ല. കാരണം ആവശ്യമായ പോയിൻറ്റ്സ് മാത്രം പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത്. ശരിക്കും കോപ്പറേറ്റീവ് ലോയിലെ ഓരോ വേർഡും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് എല്ലായ്പ്പോഴും വരുന്നത്. ഇപ്പം നടക്കുന്ന PSC എക്സാമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇനി അങ്ങോട്ട് CSEBയും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ഉത്തരമെഴുതാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇത്തരം ക്ലാസ്സുകൾ ബോറായി തോന്നുമെങ്കിലും നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ എല്ലാ ചോദ്യങ്ങളും എഴുതാൻ വേണ്ടി സാധിക്കൂ. ലോയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും എഴുതാൻ വേണ്ടി സാധിക്കൂ. നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയുള്ളൂ. ഇവിടെ കോപ്പറേറ്റീവ് ലോ പഠിപ്പിക്കുന്ന അതേ രീതിയിൽ ബാക്കി എല്ലാ സബ്ജക്റ്റും നിങ്ങൾ മനസ്സിലാക്കി ഓരോ പോയിന്റ്സും മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയുള്ളൂ. ശരിക്കും എങ്ങനെയാണ് ഒരു വിഷയം പഠിക്കേണ്ടത്? ആദ്യം എന്ത് ചെയ്യുക? അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ വായിക്കുക. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ മലയാളം മീനിങ് സ്വയം കണ്ടെത്തുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക? അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ സ്വയം ഉണ്ടാക്കുക. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ അതിലുള്ള ഓരോ വേർഡ്സും കടന്നു വരും. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കൂ? കോപ്പറേറ്റീവ് ലോ അതുപോലെ ബാക്കി എല്ലാ സബ്ജക്റ്റും നല്ല രീതിയിൽ മനസ്സിലാവുകയും പഠിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുകയുള്ളൂ. ഇവിടെ സെക്ഷൻസ് 1 മുതൽ 110 വരെയുണ്ട്. അതുപോലെ റൂള് 1 മുതൽ 201 വരെയുണ്ട്. പലപ്പോഴും പല ആളുകൾക്കും സെക്ഷന് റൂൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാറുണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സെക്ഷൻ കംപ്ലീറ്റ് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യം സെക്ഷനിലെ ഓരോ ഹെഡിങ്ങുകളും ബൈ ഹാർട്ട് പഠിക്കും. എവിടുന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അത് ഏത് ഹെഡിങ് ആണ് എന്ന്, ഏത് സെക്ഷനിലെ ഹെഡിങ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കണം. അതിനുശേഷം അതിലെ ഓരോ കണ്ടന്റും, ഓരോ സെക്ഷനിലെ ഓരോ കണ്ടന്റും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. കാരണം എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഇത് ഏത് സെക്ഷനിലാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ ആ സെക്ഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും നിങ്ങൾ നല്ലപോലെ 2 പ്രാവശ്യമെങ്കിലും ചോദ്യം വായിച്ച് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ശരിയായി വരികയുള്ളൂ. സെക്ഷൻ്റെ ഓരോ ഹെഡിങ്ങുകളും 1 മുതൽ 110 വരെയുള്ള ഓരോ സെക്ഷൻ്റെ ഹെഡിങ്ങുകളും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം എവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേത് സെക്ഷനാണ് എന്ന് പറയാനുള്ള ഓർമ്മശക്തി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കോപ്പറേറ്റീവ് ലോ പഠിക്കുമ്പോൾ പല ആളുകളും സെക്ഷൻ 1 മുതൽ തുടർച്ചയായി പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും അങ്ങനെ പഠിച്ചു പോകുമ്പോൾ പല ആളുകൾക്കും ബോറടിക്കും. സോ നിങ്ങൾ കോപ്പറേറ്റീവ് ലോ ബുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പോർഷനാണ് എളുപ്പം തോന്നുന്നത് അതാദ്യം പഠിക്കും. അതാദ്യം പഠിച്ച് വീണ്ടും അടുത്ത എളുപ്പമുള്ള പോർഷൻ ഏതാണ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് പഠിക്കുക. സോ അങ്ങനെ എളുപ്പമുള്ള പോർഷൻസ് പഠിച്ച് അവസാനം കോപ്പറേറ്റീവ് ലോ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കും. ഇവിടെ ഈ ചാനലിൽ നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ലോയുടെ സെക്ഷനാണ് ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കോപ്പറേറ്റീവ് ലോയുടെ റൂൾസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കോപ്പറേഷനുമായി ബന്ധപ്പെട്ട ജനറൽ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. തുടർന്ന് അങ്ങോട്ട് ബാങ്കിങ്, അക്കൗണ്ടൻസി അതുപോലെ ഇംഗ്ലീഷ് തുടങ്ങിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.